ഏവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പതിവ് പോലെ രാത്രിയിലെ ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇന്ന് രാത്രിയിലെ ഫുഡ് ഉണ്ടാക്കുന്നത് ഞാനാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഫുഡാണ് ഉണ്ടാക്കുന്നത്. കാരണം അമ്മ ഉണ്ടാക്കുമ്പോൾ സാധാരണ നമ്മുടെ കേരള സ്റ്റൈൽ ഭക്ഷണങ്ങളാണ് കൂടുതൽ ഉണ്ടാക്കാറ്. അപ്പൊ ഇന്ന് നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുപിടിച്ചിട്ട് ഒന്ന് നോർത്ത് ഇന്ത്യ വരെ പോകാമെന്ന് വിചാരിച്ചു. കാരണം നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നോർത്ത് ഇന്ത്യൻ റെസിപ്പീസ് ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ കൂടുതൽ അവൈലബിൾ ആണ് കേട്ടോ. കാരണം നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്കൊക്കെ ഇപ്പൊ നോർത്ത് ഇന്ത്യൻ റെസിപ്പീസ് ഒക്കെ ഒത്തിരി ഇഷ്ടവും കഴിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ റെസിപ്പി ചെയ്യാൻ വേറൊരു കാരണവും കൂടി ഉണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ കുഞ്ഞു മക്കൾക്കൊക്കെ പ്രത്യേകിച്ച് ഈ വെജിറ്റബിൾസും ലീഫി വെജിറ്റബിൾസും ഒക്കെ കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ വെജിറ്റബിൾസ് കഴിപ്പിക്കുക, പച്ചക്കറി കഴിപ്പിക്കുക, മീൻസ് പച്ചക്കറിയൊക്കെ കഴിപ്പിക്കുക എന്നുള്ള ഒരു അർത്ഥത്തോടു കൂടിയാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത്. കാരണം ഈ റെസിപ്പിയിൽ ഫുള്ള് വെജിറ്റബിൾസ് ആണ്. കാരണം ഇത് ഉണ്ടാക്കുമ്പോൾ സാധാരണ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ ഇത് കഴിക്കുമ്പോൾ ഒത്തിരി വെജിറ്റബിൾസ് ഇതിൽ യൂസ് ചെയ്യാറില്ല. പക്ഷേ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ള രീതിയിലല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് അധികം വെജിറ്റബിൾസ് നമ്മുടെ മക്കൾ എന്തൊക്കെ വെജിറ്റബിൾ ആണ് കഴിക്കുന്നത് അതെല്ലാം ചേർത്തുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. സംഭവം വേറൊന്നുമല്ല, വലിയ എന്താ പറയുക സസ്പെൻസ് ഒന്നും ഇടുന്നില്ല. സംഭവം പാവ് ഭാജിയാണ് ചെയ്യുന്നത്. അപ്പൊ പാവ് ഭാജി ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് പാവ് ഇഷ്ടം പോലെ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. പാവ് എന്ന് പറഞ്ഞാൽ ബണ്ണാണ്. ബണ്ണ് പോലെ ഇരിക്കുന്ന സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, കഴിച്ചിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേങ്കിൽ. അപ്പൊ ഈ ബണ്ണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലും ബേക്കറികളിലും ഒക്കെ ഇപ്പൊ പാവ് വാങ്ങിക്കാൻ കിട്ടും. പാവ് ബണ്ണ് പോലത്തെ ഒരു സാധനമാണ്. സാധാരണ നമ്മുടെ വട്ടത്തിലുള്ള ബണ്ണല്ല, പാവിന്റെ ബണ്ണ് വേറെ നീളത്തിലിരിക്കുന്ന ടൈപ്പ്. അപ്പൊ അത് നമുക്ക് കിട്ടും. അപ്പൊ അത് കണ്ടത് കൊണ്ട് അല്ലെങ്കിൽ അത് വാങ്ങിച്ചത് കൊണ്ട് എനിക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പാവ് ഭാജി. കാരണം കുറച്ച് നാളൊക്കെ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ താമസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ പാവ് ഭാജിയും ബേൽപൂരിയും പാനിപ്പൂരിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വടാപ്പാവ ഒക്കെ നമ്മൾ കഴിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്ന പാവ് ഭാജിയുടെ ബാജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബാജി മീൻസ് ഒരു വെജിറ്റബിൾ റെസിപ്പിയാണത്. അപ്പോൾ അതിന് നോർമലി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് മതി. പക്ഷെ ഇന്ന് ഞാനിവിടെ കുറച്ച് അധികം വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ പിള്ളേരൊക്കെ കുറച്ച് വെജിറ്റബിൾ കഴിക്കാനുണ്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ അകത്ത് ഈ വെജിറ്റബിൾ ഒന്നും കാണത്തില്ല കേട്ടോ. സാധാരണ നമ്മൾ അവിയലും തോരനും ഒക്കെ ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾ കാണുമ്പോൾ തന്നെ കുട്ടികൾ മുഖം മറയ്ക്കും. കാരണം അവർക്ക് വേണ്ട എന്ന് പറയും വെജിറ്റബിൾ. പക്ഷെ പാവ് ഭാജിയിലെ വെജിറ്റബിൾസ് ഒന്നും പുറത്തേക്ക് കാണത്തില്ല. കാരണം ഇതൊരു പ്രത്യേക ഗ്രേവി ടൈപ്പിൽ അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യമായിട്ടുള്ളത് ഈ ഗ്രീൻ പീസ് ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് ആണ്. നിങ്ങൾ ഡ്രൈ ആയിട്ടുള്ളതാണ് എടുക്കുന്നതെങ്കിൽ നേരത്തെ വെള്ളത്തിട്ട് കുതിർക്കണം. നമ്മൾ ഈ ഗ്രീൻ പീസ് രണ്ട് രീതിയിലാണ് ഇടുന്നത്. കുറച്ച് നമ്മൾ ആദ്യം ഈ വെജിറ്റബിളിന്റെ കൂടെ ഇട്ടല്ല വേറെ ഇട്ടാണ് വേവിക്കുന്നത്. കുറച്ച് നമ്മൾ മാഷ് ചെയ്യാനായിട്ട് എടുക്കും, കുറച്ച് നമ്മൾ മൊത്തത്തിൽ കടിക്കാനുള്ള രീതിയിൽ എടുക്കും. ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ബാക്കി ഇതിന്റെ പ്രധാനപ്പെട്ട സാധനം ആലുവാണ്, അതായത് ഉരുളക്കിഴങ്ങാണ് പാവ് ഭാജിയിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. ഉരുളക്കിഴങ്ങാണ്. അപ്പൊ നമ്മൾ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഉള്ളത് ക്യാരറ്റ്. ഈ ക്യാരറ്റ് ഒന്നും ഇതിൽ നിർബന്ധമല്ല കേട്ടോ. ഈ വെജിറ്റബിൾസ് ഒന്നും നിർബന്ധമല്ല. ഈ ക്യാരറ്റിന്റെ പകുതിയാണ് നമ്മൾ എടുക്കുന്നുള്ളൂ. ഹാഫ് ക്യാരറ്റ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഓക്കെ. പിന്നെ ഉള്ളത് നമ്മൾ എടുക്കുന്നത് ബീട്രൂട്ട് ആണ്. അപ്പൊ ഈ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ വരുമ്പോൾ നമ്മുടെ ഈ ബാജിക്ക് കുറച്ചും കൂടി ഒരു കളർഫുൾ ആയി മാറും. അതുകൊണ്ടാണ് നമ്മൾ ഇത് എടുത്തിട്ടുള്ളത്. ഈ ബീട്രൂട്ട് ഫുൾ ബീട്രൂട്ട് ഇല്ല, ഇത് അത്യാവശ്യം വലിയൊരു ബീട്രൂട്ട് ആണ് കേട്ടോ. ഇതിനെ നമ്മൾ ഇതിന്റെ കാൽ ഭാഗം എടുക്കുന്നുള്ളൂ. അതായത് 2ആയിട്ട് മുറിച്ചിട്ട് ആ ഒരു ഭാഗത്തിന് വീണ്ടും 2ആയിട്ട് മുറിച്ച് കാൽ ഭാഗം മാത്രമേ നമ്മൾ ബീട്രൂട്ട് ചേർക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഒത്തിരി ഭയങ്കര കളറായി പോകും. നമ്മുടെ ഈ ഇന്ത്യൻ കോഫി ഹൗസിലെ എന്താ പറയുക മസാല ദോശയുടെ ആ ഒരു ടൈപ്പിലേക്ക് ആയിപ്പോവും. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് സബോളയാണ്. ഇത് 3 സബോളയുണ്ട്. 3 എണ്ണം വേണ്ട, 2 സബോള മതി നമുക്ക്. ഒരെണ്ണം നമ്മൾ കഴിക്കുമ്പോൾ സെർവ് ചെയ്യുന്ന സമയത്തേക്ക് വേണ്ടിയാണ് 1 സബോള നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഉള്ളത് ക്യാപ്സിക്കം വളരെ കുഞ്ഞൊരു ക്യാപ്സിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ അതെ തക്കാളിക്ക് 3 കുഞ്ഞു തക്കാളിക്കാണ്. വലുതാണെങ്കിൽ 2 എണ്ണം മതി. ഇതിപ്പോ വളരെ ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ 3 തക്കാളിക്ക് എടുത്തിട്ടുള്ളത്. തക്കാളി എടുത്തു. പിന്നെ ഉള്ളത് ഇതേ കോളിഫ്ലവർ ആണ് കേട്ടോ. കോളിഫ്ലവറും കടയിലെ ഏറ്റവും ചെറുത്, ഉള്ളതിൽ ഏറ്റവും ചെറുത് നോക്കിയാണ് ഞാൻ എടുത്തത്. കാരണം നമ്മൾ നോർമലി കോളിഫ്ലവർ അങ്ങനെ അധികം ഇവിടെ യൂസ് ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. ഇത് ഫുള്ള് വേണ്ട, ഇതിന്റെ ഹാഫ് മതി നമുക്ക്. പകുതിയെ നമ്മൾ എടുക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് വേറെ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കാം. പിന്നെ ഇതിന് പ്രധാനപ്പെട്ട സാധനം മല്ലിയിലയാണ് കേട്ടോ. ഇതിന് അത്യാവശ്യം വേണ്ട ഒന്നാണ് കസൂരി മേത്തി. കസൂരി മേത്തിയുടെ ടേസ്റ്റ് ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ ഉലുവയുടെ ഇല ഉണങ്ങിയതാണ്. പിന്നെ ഒന്ന് പാവ് ഭാജി മസാലയാണ്. അത് നമുക്ക് പല ബ്രാൻഡുകളുടെ മാർക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. പാവ് ഭാജി മസാല എന്നുള്ള പേര് തന്നെ. മറ്റു വേണ്ടുന്ന പൊടിവർഗ്ഗങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നോർമലി ഉപയോഗിക്കുന്നുണ്ട്, അതൊന്നും നമ്മൾ കാണിക്കുന്നില്ല. പിന്നെ വേണ്ടത് പച്ചമുളക്.
നമ്മുടെ വീട്ടിലെ പച്ചമുളകാണ്. ഇത് 3-4 പച്ചമുളക് കൂടെയൊക്കെ എടുക്കുക. ഇതും നമ്മൾ കറിക്കകത്ത്, അതായത് നമ്മുടെ ബാജിക്കകത്ത് നമ്മൾ ചേർക്കുന്നില്ല. പക്ഷെ നമ്മൾ കഴിക്കാൻ നേരത്ത് സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക രീതിയിലാക്കിയാണ് നമ്മൾ ഈ മുളക് കഴിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഇതിന്റെ ആവശ്യം ഇല്ല നമുക്ക്. അപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്നൊരു കാര്യം ചെയ്യാം. ഇതിന്റെ ബാജി ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് പോകാം. അപ്പൊ അതിനാദ്യം നമുക്ക് ഈ പറഞ്ഞ കഷ്ണങ്ങളൊക്കെ ഒന്ന് നുറുക്കി കഴുകി വൃത്തിയാക്കി നമ്മൾ കുക്കറിലാണ് ഇത് വേവിക്കാൻ പോകുന്നത്. കാരണം പാവ് ഭാജിയുടെ ബാജി എന്ന് പറഞ്ഞാൽ അതായത് വെജിറ്റബിൾ കറി പോലത്തെ ഒരു സംഭവമാണ്. അത് നന്നായിട്ട് വേവണം. അപ്പൊ നന്നായിട്ട് വേവണമെങ്കിൽ നമ്മൾ അടുപ്പിൽ നോർമൽ രീതിയിൽ കുക്ക് ചെയ്ത കുറേ സമയം കുക്ക് ചെയ്യണം. ടൈം ഒത്തിരി പോയി. അപ്പൊ നിങ്ങളാണെങ്കിലും എല്ലാവരും പ്രഷർ കുക്കർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കഷ്ണങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് പ്രഷർ കുക്കറിൽ ഒരല്പം മഞ്ഞപ്പൊടിയും ഒരു കുറച്ച് ആവശ്യത്തിന് കാശ്മീരി ചില്ലിയും കൂടി ഇട്ടിട്ട് നമുക്ക് അതൊന്ന് വേവിച്ചു കൊണ്ടുവരാം. അപ്പൊ അതിനകത്ത് നമ്മൾ ഉപ്പൊന്നും ഇപ്പൊ ചേർക്കണ്ട, ഉപ്പൊക്കെ നമുക്ക് പിന്നീട് ചേർക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഇത് വേവിക്കാം. അതിന്റെ കൂടെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഗ്രീൻ പീസ് നമ്മൾ ഈ ബാജി നന്നായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഈ ഗ്രീൻ പീസ് ഇച്ചിരി കടിക്കുന്നത് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഈ ഗ്രീൻ പീസ് സെപ്പറേറ്റ് ആണ് കേട്ടോ വേവിക്കുന്നത്. അതായത് ഈ കുക്കറിൽ ഈ വെജിറ്റബിൾസിന്റെ കൂടെ നമ്മൾ ഈ ഗ്രീൻ പീസ് ഇടുന്നില്ല, ഗ്രീൻ പീസ് വേറെ വേവിച്ച് എടുക്കുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ വേറെ വേവിക്കണം എന്നൊന്നുമില്ല, ഒന്നിച്ച് വേവിച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമുക്ക് വെജിറ്റബിൾ ഒക്കെ വേവിച്ച് റെഡിയാക്കാം. കഷ്ണങ്ങളൊക്കെ ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ കണ്ടപ്പോൾ നമുക്ക് കുറെ കഷ്ണങ്ങൾ ഉള്ള പോലെ തോന്നി, പക്ഷെ ഇത് ഇത്രയും കഷ്ണങ്ങളെ നമ്മൾ എടുത്തിട്ടുള്ളൂ. നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മൾ പീസാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു സാമ്പാർ കഷ്ണത്തിന്റെ വലിപ്പത്തിലാണ് ഉരുളക്കിഴങ്ങ് നമ്മൾ അരിഞ്ഞേക്കണേ. പിന്നെയുള്ളത് നമ്മുടെ ക്യാരറ്റ് ആണ് കേട്ടോ. ക്യാരറ്റ് നമ്മൾ കുറച്ചും കൂടി ചെറിയ ടൈപ്പിൽ അരിഞ്ഞേക്കണം. ഉരുളക്കിഴങ്ങിനേക്കാളും ചെറുതായിട്ട് ക്യാരറ്റ് പീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ബീട്രൂട്ടിന്റെ 1/4 ഭാഗം ബീട്രൂട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞു തക്കാളിയിൽ ഒരു തക്കാളിക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ കുഞ്ഞിന്റെ ഒരു തക്കാളിക്ക്. പിന്നെ ഇത് കണ്ടോ, ഒരു ഒറ്റ വെളുത്തുള്ളി, ഒരേ ഒരു വെളുത്തുള്ളി നമ്മൾ ഇവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ കുഞ്ഞ് ക്യാപ്സിക്കത്തിന്റെ പകുതി ക്യാപ്സിക്കം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പകുതി ക്യാപ്സിക്കം ഉള്ളൂ ഇത്. പിന്നെ നമ്മുടെ കോളിഫ്ലവർ നമ്മൾ ആ കോളിഫ്ലവറിന്റെ പകുതിയാണ് എടുത്തത്. ഇത് നമ്മൾ നന്നായിട്ട് ചൂടുവെള്ളത്തിന്റെ അകത്തിട്ട് എന്നിട്ടാണ് എടുത്തത്. നമ്മളിത് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ടു. അതിനുശേഷം നമ്മൾ എടുത്ത കോളിഫ്ലവർ ഉണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ കഷ്ണങ്ങൾ. ഇനി അതിന്റെ കൂടെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഒരു സാധനം കൂടി ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ ഗ്രീൻ പീസ്. ഇത് നമ്മൾ കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ടുള്ളൂ, ഫുൾ എടുത്തിട്ടില്ല. ആ ഗ്രീൻ പീസിന്റെ കുറച്ച് നമ്മൾ എടുത്തിട്ട് വേവിച്ചതാണിത്. ഞാൻ കാണിച്ചു തരാം. വേവിച്ച ഗ്രീൻ പീസ് ആണിത്, കണ്ടോ. എന്നാൽ ഫുള്ളായിട്ട് അങ്ങ് വേവിച്ചിട്ടില്ല, അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇതൊക്കെ ഉടയ്ക്കാനുള്ളതുകൊണ്ടാണ് നമ്മൾ വേവിച്ചെടുത്തത്. അപ്പൊ ഈ ഗ്രീൻ പീസ് കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ഇടുന്നുണ്ട്. ബാക്കി കുറച്ച് ഗ്രീൻ പീസ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ബാജി ഉണ്ടാക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് കടിക്കാൻ വേണ്ടി കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അത് ഇഷ്ടമല്ല, നമുക്കത് ഇഷ്ടമായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പൊ ഇനി കഷ്ണങ്ങളെല്ലാം നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്ന കുക്കറിലാണ്. കുക്കറിൽ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിലും ഒപ്പം നമ്മൾ ബട്ടറും യൂസ് ചെയ്യും. അപ്പൊ നമുക്കിനി കുക്കിംഗ് സ്റ്റേജിലേക്ക് പോകാം. കുക്കറിലേക്ക് നമ്മൾ ബട്ടർ ആണ് കേട്ടോ ഇടുന്നത്. ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് അത്യാവശ്യം ബട്ടറിന്റെ ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പൊ ബട്ടറിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ സൺഫ്ലവർ ഓയിൽ മാത്രം യൂസ് ചെയ്യാം. എന്നാലും നോർത്ത് ഇന്ത്യൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്ത് ബട്ടറിന്റെ ക്വാണ്ടിറ്റി ഒരു അല്പം ഉണ്ട്. അതുകൊണ്ട് കൊളസ്ട്രോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പൊ നമ്മൾ കുറച്ച് ഓയിലും കൂടി ഇതിന്റെ അകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ആദ്യമേ പകുതി എടുത്താൽ മതി കേട്ടോ, 2. ഇനി നമ്മൾ ചേർക്കുന്ന സാദാ ജീരകമാണ്. അപ്പൊ നമ്മുടെ ജീരകം മൂത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം, നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഇടാൻ പോവാണ്. ഒപ്പം നമ്മുടെ ഒരു വെളുത്തുള്ളി ഉണ്ട്. ആ വെളുത്തുള്ളി നമ്മൾ ഇതിന്റെ അകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഒറ്റ വെളുത്തുള്ളി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഉരുളക്കിഴങ്ങിന്റെ കൂടെ അങ്ങ് ചേർത്തത്. അപ്പൊ ഉരുളക്കിഴങ്ങിന്റെ കൂടെ അതൊന്ന് മൂത്തോളൂ. അപ്പൊ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റ് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് വഴറ്റി അതിന്റെ ഒരു പച്ചച്ചവ മാറുന്ന വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റാം. അപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഒന്ന് പച്ചച്ചവ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഇടാൻ പോകുന്നത് നമ്മളുടെ ക്യാരറ്റ് ആണ് കേട്ടോ. നമ്മുടെ ക്യാരറ്റ്, അതോടൊപ്പം തന്നെ നമ്മൾ ബീട്രൂട്ട്. ആക്ച്വലി സത്യത്തിൽ ഈ ക്യാരറ്റിനും ബീട്രൂട്ടിനൊക്കെ കുറച്ചും കൂടെ വേവുണ്ട് കേട്ടോ. ക്യാരറ്റും ബീട്രൂട്ടും ഇട്ടു. ഇനി നമുക്ക് വീണ്ടും കുറച്ച് സമയവും കൂടെ നന്നായിട്ട്, ഒരു മിനിറ്റ് കൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി അതിന്റെ ഒരു പച്ചച്ചവയൊക്കെ മാറുന്ന വരെ ജസ്റ്റ് നമുക്കൊന്ന് മൂപ്പിക്കാം. അപ്പൊ നിങ്ങൾക്ക് ബട്ടറിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാണ്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ മാത്രം, അല്ലെങ്കിൽ ഏത് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കരുത് കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണയ്ക്കകത്ത് ഉപയോഗിച്ചാൽ ഇതിന്റെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും. വെജിറ്റബിൾ ഓയിൽ അല്ലാതെ വേറെ ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ കോളിഫ്ലവറും കൂടെ നമ്മൾ ഇതിന്റെ അകത്തേക്ക് ചേർക്കുവാണ്.
ഇനി നമ്മൾ ഇതിന്റെ അകത്തേക്ക് തീ നമ്മളൊന്ന് സിമ്മിലാക്കി വെച്ചേക്കുവാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ആണ്. നമ്മുടെ കാശ്മീരി മുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ലേശം മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കാം. നമുക്ക് ലേശം മഞ്ഞപ്പൊടിയും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പൊ കാശ്മീരി മുളക് പൊടി ലേശം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സപ്പ് ചെയ്യാം. നമുക്ക് ഇനി 1-2 സാധനങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കാനായിട്ട് ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മളുടെ ഗ്രീൻ പീസ് ആഡ് ചെയ്യുവാണ്. ഒപ്പം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ തക്കാളിയാണ് കേട്ടോ. തക്കാളി ആഡ് ചെയ്യുന്നു. നമ്മുടെ ക്യാപ്സിക്കം അരിഞ്ഞതും കൂടെ നമ്മൾ ആഡ് ചെയ്യുവാണ്. നമ്മുടെ ക്യാപ്സിക്കം അരിഞ്ഞത് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ വീണ്ടും നമുക്ക് ഒന്നും കൂടെ ഒന്ന് മൂപ്പിക്കാം. ജസ്റ്റ് ഒന്ന് ആ എല്ലാത്തിനെയും ഒരു പച്ചച്ചവ മാറുന്നത് വരെ ജസ്റ്റ് നമ്മളൊന്ന് മൂപ്പിക്കുവാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അകത്തേക്ക് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ. ഇത് നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിച്ച് നമുക്കിനി നന്നായിട്ട് ഇത് വേവിച്ചെടുക്കണം. നമുക്ക് തിളച്ച വെള്ളമാണ്, പച്ചവെള്ളം അല്ല. നമ്മൾ പച്ചവെള്ളം ഒഴിക്കരുത്. തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു 4 വിസിൽ, ഒരു 3 വിസിൽ മതി കേട്ടോ. 3 അല്ലെങ്കിൽ 4, 3-4 വിസിൽ. അപ്പൊ 3 വിസിൽ നമുക്ക് ഓഫ് ചെയ്യാം. 3 വിസിൽ ഓഫ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിന്റെ കാറ്റും കൂടെ പോയതിനു ശേഷം, ആ വിസിലിന്റെ മൊത്തം എയറും പോയതിനു ശേഷം നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി നമ്മൾ നമ്മുടെ കുക്കർ ഇതേ കണ്ടില്ലേ, നമ്മൾ കുക്കർ അടച്ച് വെക്കാൻ പോവാണ്. അപ്പൊ ഒരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ, നമ്മൾ ഇതിന്റെ അകത്ത് ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. നമ്മൾ മുളക് പൊടിയും അതോടൊപ്പം തന്നെ മഞ്ഞപ്പൊടിയും മാത്രമാണ് ചേർത്തത്. പിന്നെ മസാലയായിട്ട് നമ്മൾ ബട്ടറും ഓയിലും ഒഴിച്ചപ്പോൾ ഒരല്പം ജീരകം നമ്മൾ ചേർത്തു. നല്ല ജീരകമാണ് ചേർത്തത്. പിന്നെ അത് കൂടാണ്ട് ഒരു വെളുത്തുള്ളി നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി വെളുത്തുള്ളിയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ചേർക്കണമെന്നില്ല. സാധാരണ വെളുത്തുള്ളി അങ്ങനെ ചേർക്കാറില്ല. നമുക്ക് ആ ടേസ്റ്റ് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഒരല്പം ഒരു ഒറ്റ വെളുത്തുള്ളി നമ്മൾ ചേർത്തത്. നമുക്കിനി കുക്കർ അടച്ചു വെച്ച് ഒരു 3 വിസിൽ വന്നതിന് ശേഷം നമുക്ക് കുക്കർ തുറക്കാം. അപ്പൊ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇത് പൊട്ടറ്റോ ഒക്കെ മിക്സ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ വെച്ചാണ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് പെട്ടെന്നൊരു ടെക്നിക്ക് വിദ്യ നമ്മൾ ഇതും കൊണ്ടാണ് ചെയ്യുന്നത്. നമ്മുടെ എന്താണ് നൂലപ്പം ഉണ്ടാക്കണം, നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന തട്ടിന്റെ സാധനം വെച്ചിട്ടാണ് നമ്മൾ ഇത് ഉടയ്ക്കാൻ പോകുന്നത്. അപ്പൊ നന്നായിട്ട് ഇത് ഉടയ്ക്കണം ഈ വെജിറ്റബിൾസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്റെ കൈ കാരണം കാണാൻ പറ്റുന്നില്ല, എന്നാലും കണ്ടോ, ഇതുപോലെ നന്നായിട്ട് നമ്മളിത് ഉടച്ചെടുക്കണം ഈ വെജിറ്റബിൾ. അപ്പൊ ഇത് ഉടയ്ക്കുന്ന ഒപ്പം തന്നെ നമ്മളിത് നമ്മുടെ തവ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. തവയിൽ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ബട്ടറും കൂടി ഇടണം. അപ്പൊ നമ്മൾ അതിന്റെ പ്രിപ്പറേഷനിലൂടെ പോകാം. അപ്പൊ ഇത് നന്നായിട്ട് ഉടച്ചും വെക്കണം. ബാക്കി നമ്മൾ ഇനി തവയിലാണ് ബാക്കി പരിപാടികളെല്ലാം നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടറും കൂടെ നമ്മൾ ചേർക്കുവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഓയിലും ഉണ്ട്, ബട്ടറും ഉണ്ട്. ഇതിന്റെയൊക്കെ എപ്പോഴും ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ബട്ടറിന്റെ ഒരു ടേസ്റ്റ് ആണ് ഇതിന്റെ ടേസ്റ്റ്. അപ്പൊ ബട്ടർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് നമ്മുടെ സബോള കണ്ടില്ലേ, നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള നമ്മൾ ഇതിലേക്ക് ചേർക്കുവാണ്. അപ്പൊ നമ്മുടെ സബോളയുടെ കളറൊക്കെ ഏകദേശം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 2 ഐറ്റംസും കൂടെ ചേർക്കാനുണ്ട്. അതൊന്ന് നമ്മുടെ ക്യാപ്സിക്കാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ക്യാപ്സിക്കം കൂടെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുവാണ്. ഇനിയിപ്പോ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വീണ്ടും കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡറും ഒപ്പം നമ്മളുടെ പാവ് ഭാജി മസാലയാണ്. അപ്പൊ നമ്മൾ പാവ് ഭാജി മസാലയും കൂടെ നമ്മൾ ചേർക്കുവാണ്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പാവ് ഭാജി മസാലയാണ്. പല ബ്രാൻഡുകളുടെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡുകൾ വാങ്ങിക്കാം. അപ്പൊ ഇപ്പൊ എല്ലാ സൂപ്പർ മാർക്കറ്റിലും പാവ് ഭാജി മസാല അവൈലബിൾ ആണ്. നമുക്ക് വീട്ടിലും പാവ് ഭാജി മസാല ഉണ്ടാക്കിയെടുക്കാം. പക്ഷേങ്കിൽ നമ്മളിപ്പോ ഉണ്ടാക്കിയതല്ല, ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പൊ ഇനി വീണ്ടും നമ്മുടെ പാവ് ഭാജി മസാലയും നമ്മുടെ ഇതും ചേർത്തിട്ടുണ്ട്, മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഒപ്പം നമ്മൾ ഇനി ചേർക്കാൻ പോകണ നമ്മൾ ഉപ്പാണ് കേട്ടോ. ഇപ്പോഴാണ് നമ്മൾ ഉപ്പ് ഇതിൻ്റെ അകത്ത് ആദ്യമായിട്ട് ചേർക്കുന്നത്. ഇതുവരെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപ്പ് ചേർത്തിട്ടേ ഇല്ല നമ്മൾ. അപ്പൊ നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്തും. ഇതിലേക്ക് നമ്മൾ തക്കാളിയും കൂടെ ചേർക്കുവാണ്. തക്കാളിയും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു മിനിറ്റും കൂടെ നമ്മൾ തക്കാളിയുടെ ആ ഒരു പച്ചച്ചവയൊക്കെ മാറി. കാരണം ഇതിൻ്റെ അകത്ത് ഒരു കഷ്ണമായിട്ട് നമുക്ക് കാണത്തില്ല. അപ്പൊ എല്ലാം നന്നായിട്ട് എന്താ പറയുക, നല്ല മാഷായിട്ട് മാറണം നന്നായിട്ട്.
അപ്പൊ നമ്മൾ തക്കാളിയും ചേർത്തും ഒന്നും കൂടെ നമ്മൾ ഇത് മിക്സപ്പ് ചെയ്യുവാണെങ്കിൽ, അപ്പൊ നമ്മൾ തവയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ എപ്പോഴും തവയിൽ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. നമുക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് നമുക്ക് തവയിലാണ് ഇതെല്ലാം നമുക്ക് കിട്ടുന്നത്. തവയിൽ ഉണ്ടാക്കണതിനാണ് നമ്മുടെ തട്ടുകടയിൽ നിന്ന് കഴിക്കുന്നത് പോലെ തന്നെ തവയിൽ നമ്മൾ കഴിക്കുമ്പോൾ അതിനൊരു നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളും തവയിൽ ചെയ്യുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് തവ ഇല്ലെങ്കിൽ ഫ്രൈങ് പാൻ്റെ അകത്ത് ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. ഫ്രൈങ് പാൻ്റെ അകത്ത് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഈ ഒരു സമയത്ത് നമുക്ക് കസൂരി മേത്തി ഇതിന്റെ അകത്തേക്ക് നമുക്ക് ചേർക്കാം. ഇനി നമ്മൾ നമ്മുടെ വെജിറ്റബിൾ വേവിച്ച് നമ്മൾ ഉടച്ചു വെച്ച വെജിറ്റബിൾസ് നമ്മൾ ഇതിന്റെ അകത്തേക്ക് നമ്മൾ ചേർക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ വെജിറ്റബിൾ വേവിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ അകത്തേക്ക് ചെയ്യാൻ പോണേ, ഏകദേശം നമ്മൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ തവയിലൊക്കെ കിടന്ന് അതിന്റെ ആ ഒരു പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി നല്ലൊരു ഫ്ലേവർ, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ കുക്കറല്ലാതെ കഴുകിയ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ. ആ വെള്ളം നമ്മൾ നമ്മുടെ തവയിലേക്ക് നമ്മൾ ഒഴിക്കുവാണ്. ഈ ഒരു സ്റ്റൈലിലാണ് ഇത് കിടന്ന് നന്നായിട്ട് വേവേണ്ടത്. ഈ ഒരു സമയത്താണ് ഇനി നമ്മുടെ മല്ലിയില ചോപ്പ് ചെയ്ത് വെച്ചത് നമ്മൾ ഇതിന്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഒപ്പം നമുക്ക് കസൂരി മേത്തി കുറച്ചും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഗ്രീൻ പീസ് പുഴുങ്ങി വെച്ചിരുന്നില്ലേ, കുറച്ച് ഭാഗം മാറ്റി വെച്ചത്, അതും കൂടെ നമുക്ക് ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാവരും ഇങ്ങനെ രണ്ടാമത് ഗ്രീൻ പീസ് പുഴുങ്ങിയത് ഫുള്ളായിട്ട് ചേർക്കാറില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വലിയ തവയ്ക്കകത്ത്, ഇത് നമ്മുടെ കുഞ്ഞു തവയാണ്, ഇതിന്റെ 10 ഇരട്ടി വലിപ്പമുള്ള വലിയ തവയ്ക്കകത്താണ് ഈ പാവ് ബാജിയുടെ ബാജിയൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നത്. വട ബാജി, പാവ് ബാജി ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന വലിയ വലിയ തവയിലാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വലിയ തവയ്ക്കകത്ത് ഒരു സൈഡിൽ ഇങ്ങനെ ബാജി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിന്റെ സൈഡിലൊക്കെ വെച്ചിട്ടായിരിക്കും അവര് പാവും ഒക്കെ നമുക്ക് ചൂടാക്കി തരുന്നത്. എന്നിട്ട് അതിങ്ങനെ സിമ്മിൽ ഇങ്ങനെ കിടക്കുവാണ് ഈ സംഭവം. ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് അവർ കോരിയാണ് തരുന്നത്. തവയെ തന്നെ ഇതിങ്ങനെ കിടക്കും, അപ്പോഴാണ് നമുക്ക് കോരി തരുന്നത്. പിന്നെ ഒരു കാര്യമാണ് ഞാൻ പറയട്ടെ, നമുക്കിത് മിക്സപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ തവയിൽ വെച്ചതിന് ശേഷം കണ്ടില്ല, നമ്മുടെ ഇടിയപ്പത്തിന്റെ ഈ സാധനം കൊണ്ട് നമുക്ക് നന്നായിട്ട് മിക്സപ്പ് ചെയ്യാം. കാരണം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് നമ്മൾ ഉടച്ച് ചേർക്കണം ഇതിനകത്ത് കേട്ടോ. അപ്പൊ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇത് മിക്സപ്പ് ചെയ്യാമായിരുന്നു. ഞാനിപ്പോ നിങ്ങൾ ഒന്നുകൂടെ കാണിച്ചോളൂ, ഞാനിത് മിക്സപ്പ് ചെയ്തായിരുന്നു. പിന്നെ ശരിക്കുള്ള പാവ് ഭാജിയിൽ ശരിക്കും അങ്ങ് മിക്സപ്പ് ആവും. പക്ഷെ ഇവിടെ എല്ലാവർക്കും, നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചൊരു വെജിറ്റബിൾ ഉള്ളത് നമുക്കൊരു ഇഷ്ടമല്ലേ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വലിയ കാര്യമായിട്ട് ഇത് മിക്സപ്പ് ചെയ്യാത്തത്. ഇതിപ്പോ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നമ്മൾ കഴിക്കുന്ന പാവ് ഭാജിയുടെ അതേ സ്റ്റൈലും അതേ സെറ്റപ്പും തന്നെയാണ് കേട്ടോ. അപ്പൊ കുറച്ചും കൂടെയൊക്കെ നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്യാം. നമുക്ക് നാട്ടിൽ ഇങ്ങനെ കുറച്ച് നമ്മൾ റോ വെജിറ്റബിൾസ് ഒക്കെ അല്ലെ അങ്ങനെ കഴിക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ വെജിറ്റബിൾ കുറച്ചും കൂടി അങ്ങനെ ഉള്ളത് നമുക്ക് ഇഷ്ടമായതുകൊണ്ടാണ് കൂടുതൽ നമ്മളങ്ങ് മിക്സ് ചെയ്യാത്തത്. കടലയൊക്കെ ആണെങ്കിലും, കടലയല്ല നമ്മുടെ ഗ്രീൻ പീസ് ഒക്കെയാണ് നമ്മൾ ഫുൾ ആയിട്ട് ഇട്ടത്. നമുക്ക് ആ ഒരു സ്റ്റൈല് കുറച്ച് ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മുടെ പാവ് ഭാജിയുടെ ബാജി അവിടെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ പോണത് നാരങ്ങ എടുത്തിട്ടുണ്ട്, നമ്മൾ ചെറുനാരങ്ങ. അപ്പൊ ആദ്യം നമ്മൾ വെജിറ്റബിളിന്റെ കാര്യം നമ്മൾ ഈ നാരങ്ങയുടെ കാര്യം പറഞ്ഞിരുന്നില്ലായിരുന്നു. അപ്പൊ നമുക്ക് 2 നാരങ്ങ 3 നാരങ്ങ എടുത്തേക്കുന്ന എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരു നാരങ്ങയുടെ ജ്യൂസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ സമയത്ത് നമ്മുടെ ബാജിക്കകത്തേക്ക് നമ്മൾ ഈ ലൈം ജ്യൂസ് നമ്മൾ ഒഴിക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ഈ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞെടുക്കാം. നമ്മുടെ പുളിയുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് ജ്യൂസ് കൂടുതലും കുറവും ഒക്കെ ചേർക്കാട്ടോ. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് പുളി വേണ്ട ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം. അതല്ല കുറവ് മതിയെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചേർക്കാം. ഓക്കെ, നമ്മുടെ ലൈം ജ്യൂസ് അങ്ങനെ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് കുരു ഉണ്ട്. അപ്പൊ ഈ കുരു നമുക്കൊന്ന് അരിച്ചെടുക്കാം നന്നായിട്ട്. അപ്പൊ കുരു അതിലേക്ക് വീണാൽ കയ്പുണ്ടാകും. അരിച്ചൊഴിച്ചതിന് ശേഷം ഇപ്പൊ നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന ആ ബാജിയിലേക്ക് നമ്മൾ ഈ ലൈം ജ്യൂസും കൂടി ആഡ് ചെയ്യുവാണ്. അപ്പൊ നിങ്ങളുടെ പുളിയുടെ അളവനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. കൂടുതൽ പുളി വേണമെങ്കിൽ കൂടുതൽ ലൈം ജ്യൂസ് ഒഴിക്കാം. നാരങ്ങാനീര് ഒഴിച്ച് നമുക്ക് ബാജി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഈ ബാക്കി ഇരിക്കുന്ന നാരങ്ങ നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് മുറിച്ച് വെച്ചേക്കാം. ഇത് നമുക്ക് ലാസ്റ്റ് പ്ലേറ്റ് സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് വെക്കാനുള്ള നാരങ്ങയാണ് ഈ നാരങ്ങ. നമ്മുടെ പച്ചമുളകില്ലേ, പച്ചമുളകിന്റെ ഒപ്പം നമ്മൾ നാരങ്ങ, പച്ചമുളക് റോസ്റ്റ് ചെയ്ത് ഈ നാരങ്ങയും സബോളയൊക്കെ കൂടെ വെച്ചാണ് സെറ്റ് ചെയ്യുന്നത്. നമുക്ക് പിന്നീട് കാണാം എങ്ങനെ പ്ലേറ്റ് സെറ്റ് ചെയ്യുന്നുള്ളത്. ലൈം ജ്യൂസ് ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് കുറച്ച് ബട്ടറും കൂടി ഇതിൻ്റെ അകത്തേക്ക് വീണ്ടും ആഡ് ചെയ്യാണ്. ബട്ടർ വരുന്നതാണ് ഇതിന്റെ ഒരു ടേസ്റ്റ്. ബട്ടറിന്റെ ടേസ്റ്റ് വേണം പാവ് ഭാജിക്ക്. നമ്മുടെ ഭാജി ഇങ്ങനെ നമ്മൾ മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ തവയിൽ നിരന്ന് കിടന്ന് ഇങ്ങനെ ആവണം. എപ്പോഴും നിങ്ങൾ തവയുണ്ടെങ്കിൽ എപ്പോഴും ഏറ്റവും ബെസ്റ്റ് തവ തന്നെയായിരിക്കും, അതല്ലെങ്കിൽ ഫ്രൈങ് പാൻ. ഇനി ഇതിൻ്റെ അകത്ത് പാവിനേക്കാളും കൂടുതലായിട്ട് ആൾക്കാർ ഈ ഭാജി കഴിക്കാനാണ് ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കേട്ടോ. അത് മറ്റൊരു സത്യം. ഇതാണ് കേട്ടോ നമ്മുടെ പാവ്, അതായത് നമ്മളുടെ ബണ്ണ് ഇതാണ് കേട്ടോ. പാവ് ഭാജിയുടെ പാവാണിത്. ഇത് നമുക്ക് പീസ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമുക്ക് 3 പീസാക്കി നമുക്ക് എടുക്കാം. ഇങ്ങനെ കണ്ടില്ലേ, 1 2 3 ഇങ്ങനെ 3 പീസാക്കി നമുക്ക് ഇത് ബണ്ണെടുക്കാം. ഈ ബണ്ണിനെ തന്നെ കണ്ടോ, നമ്മൾ ഈ ഒരു പാവിനെ തന്നെ നമ്മൾ ഇങ്ങനെ 2ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് മുറിക്കും. കണ്ടോ, ഇങ്ങനെ 2ആയിട്ട് നമ്മൾ മുറിച്ചെടുക്കും ഇതിനെ തന്നെ. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഈ ഒരു പാവ് ഭാജി ഉണ്ടാക്കി ഈ പാനില്ലേ, ഈ പാനിന്റെ സൈഡിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ബട്ടർ വീണ്ടും ഒഴിക്കും. അപ്പൊ ഇതിന്റെ അകത്തൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ഇത്രയും ബട്ടർ ഒക്കെ യൂസ് ചെയ്യണല്ലോ എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും. പക്ഷെ ഇത് നോർത്ത് ഇന്ത്യൻ ഐറ്റം ആയതുകൊണ്ട് ഇതിൽ ബട്ടർ നന്നായിട്ട് ഉണ്ട് കേട്ടോ. നന്നായിട്ട് ബട്ടർ യൂസ് ചെയ്യും. അപ്പൊ ഇച്ചിരി ബട്ടർ ഇടും. അതോടൊപ്പം തന്നെ ആ ബട്ടർ കണ്ടില്ല, സൈഡിലേക്ക് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുവാണ് ബട്ടർ. അതിന്റെ കൂടെ നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ, ബട്ടറിന്റെ കൂടെ നമ്മൾ മല്ലിയിലയും കൂടി ഇടും. ഒപ്പം നമ്മൾ ഈ പാവിന്റെ അകത്തുനിന്ന് ഒരല്പം അതിന്റെ കൂടെ മിക്സ് ചെയ്യും. കണ്ടോ, ഈ പാവ് ഭാജിയിലെ ഈ പാവും കൂടെ നമ്മൾ കുറച്ച് അതിലേക്ക് മിക്സ് ചെയ്യും. ലേശം മാത്രമാണ് മിക്സ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഈ ഭാജിയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ബണ്ണ് എടുത്തിട്ട്, കണ്ടോ, ബണ്ണ് എടുത്തിട്ട് നമ്മൾ ഇതിന്റെ മുകളിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ബണ്ണ്. അപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മുടെ ബണ്ണ് ഒന്ന് പയ്യെ ഒന്ന് സോഫ്റ്റ് ആകും, കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആകും. അതിന്റെ എല്ലാ സൈഡും നമ്മളൊന്ന് വെച്ച് കൊടുക്കും. ഈ പാവ് ഭാജിയുടെ പാവ് നമ്മൾ നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കും ഇതിന്റെ അകത്ത്. കണ്ടോ, ഇങ്ങനെ വെച്ച് മിക്സ് ചെയ്ത് ഇതിന്റെ അകത്തൊരു ഫില്ലിംഗ് പോലെ വരുന്ന രീതിയിൽ നമ്മൾ ഇത് രണ്ടും കൂടി എടുത്തതിന് ശേഷമാണ് നമ്മൾ എടുക്കുന്നത്. കണ്ടോ, ഇത്തരത്തിൽ നമ്മൾ ഈ ബണ്ണിൽ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ സെർവ് ചെയ്യാൻ പോവാണ്. നമ്മൾ നമ്മുടെ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തു. ഒരു സൈഡിൽ നമ്മൾ കുറച്ച് സബോള വെച്ചിട്ടുണ്ട്, പാവ് വെച്ചിട്ടുണ്ട്. ഒപ്പം നമ്മൾ അടുത്ത സൈഡിൽ നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ വെച്ച് കൊടുക്കും. കാരണം ഈ മല്ലിയിലയും കൂടെ കൂട്ടിയാണ് നമ്മളിത് കഴിക്കുന്നത്, മല്ലിയില. ഇനി മറ്റൊന്ന്, നമ്മൾ മുളക് കീറിയിട്ട്, നമ്മുടെ പച്ചമുളകില്ലേ, ആ മുളക് നമ്മൾ, ഇത് നല്ല പിഞ്ച് പോലത്തെ ഒരു മുളകാണ് കേട്ടോ, നമ്മുടെ വീട്ടിലെ മുളക് തന്നെയാണ്. ഈ മുളകും കൂടെ നമ്മൾ ഇട്ടിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തൊന്ന് പയ്യെ ഒന്ന് ചൂടാക്കി എടുക്കും. മുളകും കൂടെ പയ്യെ മിക്സിൽ കിടന്നിട്ട് നമ്മുടെ മുളകും കൂടി ഒന്ന്, അപ്പൊ നമ്മുടെ പാവ് നമ്മുടെ കടയിൽ ഇരിക്കുമ്പോൾ പാവ് ഇങ്ങനെ സൈഡിൽ തന്നെ ഇരിക്കും. ഇതിന്റെ സൈഡിൽ നിന്നാണ് നമുക്ക് ഈ പാവ് നമുക്ക് എടുത്തെടുത്ത് തരുന്നത്. സിമ്മിലായിരിക്കും കിടക്കണം, നല്ല ചൂടായിട്ട് കിടക്കുമായിരിക്കും ഇത്. അപ്പൊ ഈ മുളകും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ വെച്ച് കൊടുക്കണം. ഈ സബോളയുടെ കൂടെ നമ്മൾ ഈ മുളകും വെച്ചു. ഇനി നമ്മളിത് പ്ലേറ്റിലേക്ക് മാറ്റാൻ പോകാൻ കേട്ടോ. പ്ലേറ്റിലേക്ക് എടുക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. നമ്മുടെ പാവ് നമ്മൾ ചൂടാക്കി എടുത്ത് പാവ് വെച്ചു. അതോടൊപ്പം തന്നെ ബാജിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ, അതായത് ഈ വെജിറ്റബിൾ ഗ്രേവി പോലെ നമ്മൾ ഉണ്ടാക്കിയില്ല, ഇതാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. കുറച്ച് ബണ്ണും കൂടെ ചേർത്താണ് കഴിക്കുന്നത്. മറ്റൊന്ന്, ഈ ഒരു വെജിറ്റബിൾ അല്ലെങ്കിൽ ഈ ബാജി നന്നായിട്ട് മിക്സപ്പ് ആവട്ടെ. നമ്മൾ അത്ര അങ്ങ് മിക്സ് ചെയ്തിട്ടില്ല, കുറച്ച് വെജിറ്റബിൾ വേണ്ടത് കൊണ്ടാണ്. ശരിക്കും നോർത്ത് ഇന്ത്യൻ ഐറ്റം ആയതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഗ്രേവി നന്നായിട്ട് മിക്സപ്പ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഒരു വെജിറ്റബിൾ പോലും പുറത്ത് കാണത്തില്ല. അതിന്റെ മുകളിൽ നമ്മളിത് കുറച്ച് ബട്ടറും കൂടെ വീണ്ടും വെച്ചിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട്. ഇനി ഇതിന്റെ കൂടെ നമ്മളൊരു നാരങ്ങ മുറിച്ചതും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പം മുളക്, ഉള്ളി, അതോടൊപ്പം തന്നെ നമ്മുടെ മല്ലിയില, നാരങ്ങ, ലെമൺ പീസ് കട്ട് ചെയ്തത്, ഇത്രയും വെച്ചിട്ടാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ പാവ് ഭാജി ഇന്നത്തെ ഡിന്നർ നമ്മളുടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് പ്ലേറ്റ് സെറ്റ് ചെയ്യുന്നത്. ഇതിന്റെ കൂടെ തന്നെ പച്ചമുളകിന്റെ ഒക്കെ ഒപ്പം തന്നെ നമ്മുടെ ലൈം കട്ട് ചെയ്തതും കൂടെ നമ്മൾ വെക്കണം. നാരങ്ങ മുറിയും കൂടെ നമ്മൾ വെക്കണമായിരുന്നു. നമ്മൾ ഷൂട്ട് ചെയ്ത സമയത്ത് അത് വെക്കാനായിട്ട് മറന്നുപോയി. തൊട്ടടുത്ത് തന്നെ അത് ഇരിപ്പുണ്ടായിരുന്നു. അത് നമ്മൾ പിഴിഞ്ഞിതിലേക്ക്, ഈ ഗ്രേവിയിലേക്ക് നമ്മൾ ആ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷമാണ് നമ്മൾ കഴിക്കുന്നത്. കൂടുതൽ കഴിക്കുന്നതും ഈ ഗ്രേവിയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ നമ്മുടെ പാവ് ഭാജിയുടെ റെസിപ്പി നമ്മൾ ഉണ്ടാക്കി. നമ്മുടെ തവ ഇവിടെ ഇരിപ്പുണ്ട്, കാലിയായിട്ട് ഇരിപ്പുണ്ട്. ഫുൾ എല്ലാരും കഴിച്ചു. ഞാൻ വിചാരിച്ച, സത്യം പറഞ്ഞ അച്ഛൻ ഇത് ഇഷ്ടപ്പെടത്തില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ അച്ഛൻ
ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അച്ഛനാണ്. ഞാൻ വിചാരിച്ചു ഈ പുറത്തുള്ള നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളും അതോടൊപ്പം തന്നെ അങ്ങനത്തെ മസാലയൊക്കെ ആകുമ്പോൾ അച്ഛൻ അത് സാധാരണ ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണെന്നാ വിചാരിച്ചത്. പക്ഷേങ്കിൽ ഏറ്റവും കൂടുതൽ അച്ഛനാണ് കഴിച്ചത്. അപ്പൊ അച്ഛന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം എന്തായാലും നമ്മുടെ പാവ് ഭാജി റെസിപ്പി അടിപൊളിയായിരുന്നു, സൂപ്പറും ആയിരുന്നു. നമ്മൾ പുറത്ത് കഴിക്കണ അതേ ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ഇടയ്ക്കൊക്കെ രാത്രിയിൽ ഡിന്നറിന് ഇതങ്ങ് ആക്കുക, സംഭവം സൂപ്പർ ആയിരിക്കും. ഇനി പാവ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഈ ബാജി ഉണ്ടാക്കുക, ചപ്പാത്തിയുടെ കൂടെ വേണേലും കഴിക്കാൻ വേണമെങ്കിൽ. പക്ഷേങ്കിൽ ഒരിക്കലും ഇതിന്റെ കൂടെ കഴിക്കണ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അതല്ലെങ്കിൽ ബ്രെഡിന്റെ കൂടെയോ ബണ്ണിന്റെ കൂടെയോ കഴിക്കും. ബണ്ണൊക്കെ സ്വീറ്റ് ബണ്ണ് ആയതുകൊണ്ട് അത്ര സുഖം ഉണ്ടാവത്തില്ല. ഇത് തന്നെ വാങ്ങിക്കുക, കഴിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മറ്റൊരു ഐറ്റമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.